ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും സോറി. ഈ ഒരു വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ മറ്റേ ഇതിൻ്റെ വീഡിയോ പാർട്ടായിട്ട് ഇടാന്ന് പറഞ്ഞ ഗെയിമിൻ്റെ വീഡിയോ ഇടാമെന്ന്. പക്ഷേ സോറി, എന്നെ കൊണ്ടത് പറ്റിയില്ല. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ബേസിക്കലി അത് പറ്റിയില്ല. അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതെന്തായാലും വരും. ഓക്കെ, അതും നോക്കണ്ട, അതെന്തായാലും വരും. പക്ഷെ അത് കുറച്ച് നാളെടുക്കും. അപ്പം നമുക്ക് ഇപ്പോൾ റിയൽ റേസിംഗ് 3 കളിക്കാം. അവിടെ ചെത്തി അടിച്ച് നടക്കലാണ് പരിപാടി. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട്, നമ്മുടെ പിനിൻഫെറീന ബറ്റിസ്റ്റ. അതായത് പുതിയ വണ്ടിയല്ല, അത് റിയൽ ലൈഫിൽ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയതാണ്. പക്ഷെ ഇതിലേക്ക് പുതിയതായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ വണ്ടിയൊന്ന് ഓടിച്ച് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ നോക്കാം. കഴിഞ്ഞിട്ട് റേസും വെച്ച് നോക്കാം. അത്രേ ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടേ ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ സേവ് ആയിന്ന് വരില്ല. അതുകൊണ്ട് സർക്യൂട്ട് ഡി. ഓക്കെ. ഓ, നമുക്കറിയാമല്ലോ ഇലക്ട്രിക് സൂപ്പർ കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ട്രാക്കിൽ ഞാൻ അധികമായിട്ടില്ല. ഓക്കെ, അത് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് നമ്മൾ വിചാരിക്കണം അത്ര. ഈ പിനിൻഫെറീന എന്ന് പറയുന്ന കമ്പനി, എൻ്റെ മോനെ ഓൾറെഡി 240. ഇത് ഫ്ലാറ്റ് ഔട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ലേ ഈ വണ്ടിയെ കൊണ്ട്. ഓക്കെ, പറ്റിയില്ല. അല്ല, അതെങ്ങനെ പോയാലും പറ്റാൻ ചാൻസ് ഇല്ല. കാരണം ഒന്നാമത് ഓടിക്കുന്നത് ഞാനാണ്. എടാ, ഓൾറെഡി 340 കിലോമീറ്റർ പെർ അവർ. അയ്യൻ്റെ മോനെ. ഓക്കെ, കൺട്രോൾ കിട്ടണില്ല. ഈ ട്രാക്കിൽ ഞാൻ അധികം ഓടാറില്ലാത്തതുകൊണ്ടേ കൺട്രോൾ കിട്ടണില്ല. ആക്സിലറേഷൻ നോക്കിക്കോണേ. ഞാൻ ഒന്ന് സീറോയിൽ നിന്ന് എടുത്തിട്ട് വെച്ചുതരാം. 3, 2, 1 കഴിഞ്ഞു. 0 to 60 ഒക്കെ എപ്പോഴേ കഴിഞ്ഞതാ. 0 to 60 ആയി കഴിഞ്ഞ് 5 സെക്കൻഡ് കഴിഞ്ഞ്, അല്ല 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ അപ്പോഴേക്കും തന്നെ 120 എങ്ങാണ്ട് കയറിയിട്ടുണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വണ്ടി ഓടിക്കണ. രസമുണ്ടാ, ഇലക്ട്രിക് ഡ്രീം. ശരിയാ. ഓക്കെ, ഫിനിഷ് ലാപ്പ്. ഒരു ലാപ്പ് ഫിനിഷ് ചെയ്താൽ മതി, അതാണ് പറഞ്ഞത്. നമ്മളവിടെ എത്തിയാൽ മതി ഇടിക്കാണ്ട്. ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു മോണിറ്റർ ഉണ്ടല്ലോ. മോണിറ്ററല്ല, ഒരു ഡിസ്പ്ലേ. എന്തായാലും കൊള്ളാം. എൻ്റെ മോനെ പിക്കപ്പ് ഇജാതി. എൻ്റെ ദൈവമേ, പോകുന്നുണ്ടില്ലോ തെറിച്ച്. കോർണറൊക്കെ കണ്ട അപ്പം ബ്രേക്ക് പിടിച്ചോണം, അല്ലെങ്കിൽ പണി കിട്ടും. സ്പീഡ് ഒരു രക്ഷയില്ല കേട്ടോ, സത്യം പറയാലോ. സ്പീഡ് ഒരു രക്ഷയില്ല. ഇജാതി 150 ഇങ്ങനെ വെറുതെ കയറുക വണ്ടി. സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ കത്തി പോകാൻ വേണ്ടി. എൻ്റെ ദൈവമേ. ഓക്കെ, അടുത്തത് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരെ ഓവർടേക്ക് ചെയ്യണം. 5 യുണീക്കായിട്ടുള്ള ആൾക്കാരെ. യുണീക്കായിട്ടുള്ളവരെന്ന് പറയുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയണം? യുണീക്കാരാ യുണീക്കല്ലാത്തവനാരാന്നൊക്കെ അതെങ്ങനെയാണാവുക? എങ്ങനെയായാലും നോക്കാം. ഓ, കയറി പോർഷയുടെ മറ്റേ റേസ് കാറല്ലേ വേണ്ടിയല്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അഗേരതേണ്ട. ഈ ഭാഗത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ലടാ. അതാണ് എനിക്ക് ട്രാക്കിൽ തീരെ ശീലമല്ലോ. ബുഗാട്ടി ഷിറോണ. വലിയവർ എല്ലാവരും ഉണ്ടല്ലോ. അഗേര, ഷിറോൺ, റഗേരയുണ്ട്.
എല്ലാവരും ഉണ്ട്, എല്ലാ ഹൈപ്പർ കാറുകളും ഉണ്ട്. അതേതാ CC850? ആടാ നിക്ക് അവൻ്റെ പിന്നാലെ പോയ എത്തുവോന്ന് അറിഞ്ഞൂടാ കേട്ടോ. CC850 അല്ലേ ഇട്ടാ. അയ്യോ സോറി എന്തോ പൈസയുടെ വണ്ടിയൊക്കെ ആയിരിക്കും. ദാക്ഷിണ്യമില്ലാതെ കൊണ്ടുപോയി ഉരപ്പിക്കുക അങ്ങോട്ട്. റിയൽ ലൈഫിലല്ലായിരുന്നെങ്കിൽ ചെകിട്ടത്ത് വന്ന് പൊത്തിയേനെ ഡ്രൈവർ. ഇതേ വേറൊരു ഷിറാണ്, അതോ ഞാൻ നേരത്തെ വെട്ടിച്ച ഷിറാണാണ്. ഏതായാലും കൊള്ളാം. ഈ ഗെയിമിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാറുകളുടെ കൂടെ റേസ് വെച്ചിട്ടില്ലേ ലിറ്ററിൽ. ഇത് വണ്ടിയടാ. ഓ ഭയങ്കര അകലെ, അതുകൊണ്ട് കാണാൻ പറ്റണല്ലേ. അടുക്കും മുൾക്കാൻ, ആസ്റ്റൺ മാർട്ടിൻ മുൾക്കാൻ. അമ്മ എന്തൊരു കഷ്ടം, എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ. റീട്രൈ കൊടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, കംപ്ലീറ്റ് റേസ് വിത്ത് ആവറേജ് സ്പീഡ് 125 mph, 201.2 km. ഈ വണ്ടി 320 5 സെക്കൻഡിൽ കയറും. പിന്നെയാണ് കിലോമീറ്ററേ. യെസ്, റഗേരൻ ആദ്യം തന്നെ പോകുന്നുണ്ട്. ഹൈ എണ്ണ ആ ഫ്രണ്ടി പോകുന്നതാരാ? ലഫരാരി. എടാ എനിക്ക് ആ വൃത്തികെട്ടിട്ട് ഇഷ്ടമല്ലട. ഇതേത് എനിക്കറിയാത്തൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് ഭാഗം കണ്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും. ഫ്രണ്ട് ഭാഗം വ്യക്തമായിട്ട് കാണാൻ പറ്റണല്ലേ. എൻ്റെ വേറൊരു പിന്നിൻ ഫെറീന, അതിൻ്റെ ഫ്രണ്ടിൽ ഷിറോൺ, നല്ല നീല കളറിൽ. നമ്മളിനി പയ്യെ ഓടിക്കുന്നതായിരിക്കും. കണ്ട തുടങ്ങാൻ തന്നെ 180. ഇപ്പം തന്നെ മനസ്സിലാവില്ല ഈ വണ്ടിയുടെ റേഞ്ച്. ഓ ഇത് മറ്റേതല്ലേ ലാവോൾച്ചർ, ഏറ്റവും പൈസ കൂടിയ കാർ. ഐ ഹേറ്റ് ദാറ്റ് ടേൺ. ഓക്കെ എന്നല്ലേ, എനിക്കിഷ്ടമല്ല ടേൺ. വൃത്തികെട്ട ടേൺ, നാശപ്പെട്ട ടേൺ. എത്ര ഇതാവണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെ പോയി ഇടിക്കും. ഔട്ട് സൈഡ് ക്യാമറ ഇടുന്ന എന്തിരുടെ സ്പോയിലർ അല്ല, സ്പോയിലറല്ല, അത് വിങ്ങാണ്. വിങ്ങൊക്കെ ഇങ്ങനെ എയറോഡൈനാമിക്കിനനുസരിച്ച് മൂവ് ചെയ്യുന്ന. അതിത്ര നേരത്തെ വരും. എടാ ഞാൻ വേറെ എന്തെങ്കിലും നോക്കാൻ പോണം. അടിപൊളി വണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പോണടേ, അടുത്ത വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാകാം. ശരി എന്നാൽ.